ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട വജ്രവ്യാപാരി നീരവ് മോദി ലണ്ടനിലുണ്ടെന്ന് സ്ഥിരീകരണം. ഇംഗ്ലീഷ് ദിനപത്രമായ ലണ്ടനിലെ തിരുവോരത്ത് നീരവ് മോദിയെ കണ്ടെത്തിയത് അന്താരാഷ്ട്ര കുറ്റവാളിയായി ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള നീരവ് മോദി നിയന്ത്രണങ്ങളൊന്നുമില്ലാതെയാണ് ജീവിതം നയിക്കുന്നത് എന്നാണ് കാണാൻ സാധിച്ചത്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പടക്കം 13,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ നീരവ് മോഡിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടനിലുള്ള മാധ്യമമായ ടെലിഗ്രാഫാണ് നീരവ് മോഡിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. നീരവ് മോഡി പല രാജ്യങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. ബ്രിട്ടനിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീരവ് മോഡിയെ തിരിച്ചു കൊണ്ടുവരാനായുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ കൃത്യമായ സ്ഥിരീകരണം. ലണ്ടനിലെ വെസ്റ്റ് എൻഡിൽ ഉണ്ട് നീരവ് മോഡി എന്ന കാര്യം വ്യക്തമാകുന്നത്. അവിടെ 8 മില്യൺ യൂറോയുടെ ഒരു ഫ്ളാറ്റിലാണ്, ഒരു വലിയ ഫ്ളാറ്റിലാണ് നീരവ് മോഡി താമസിക്കുന്നത്. അവിടുത്തെ തെരുവിലൂടെ നടക്കുമ്പോൾ ടെലിഗ്രാഫ് ദിനപത്രത്തിന്റെ റിപ്പോർട്ടർ തന്നെയാണ് നീരവ് മോഡിയെ കണ്ടെത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. നിരവധി ചോദ്യങ്ങൾ നീരവ് മോഡിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതിനോടെല്ലാം നിഷേധാത്മകമായ പ്രതികരണമാണ് നീരവ് മോഡി നൽകുന്നത്. ഒടുവിൽ നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും. ഒരു വാഹനത്തിൽ കയറി, ഒരു ടാക്സിയിൽ കയറി പോവുകയാണ്. ആ ചോദ്യങ്ങളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് പോവുകയാണ് നീരവ് മോഡി ചെയ്യുന്നത്. നീരവ് മോഡിക്കെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇത്രയും നാൾ നീരവ് മോഡിയെ കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ലെന്ന ചോദ്യം പ്രതിപക്ഷം വളരെ ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട്. അതിനിടെയാണ് വളരെ സ്വതന്ത്രമായി തന്നെ ബ്രിട്ടനിൽ കഴിയുന്നുണ്ട് നീരവ് മോഡി എന്ന വിവരം പുറത്തുവരുന്നത്. മാത്രമല്ല അവിടെ പുതിയ വജ്ര വ്യാപാരം തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. ഇതേപ്പറ്റി മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴും അതിനും ഒന്നും പ്രതികരിക്കാൻ നീരവ് മോഡി തയ്യാറായിട്ടില്ല. ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മോഡി സർക്കാരിനെതിരെ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുക കൂടിയാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഇക്കാര്യവും ഉന്നയിക്കും. നീരവ് മോഡി പോയിട്ടും എന്തുകൊണ്ട് നീരവ് മോഡിയെ തിരിച്ചു കൊണ്ടുവരാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല എന്ന ചോദ്യം തന്നെയാണ് കോൺഗ്രസ് ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. ശരി ഉണ്ണി.